ലൈഫിൽ ആരോഗ്യമാണ് ഏറ്റവും വലുത്. ഞാനിപ്പോൾ 1-2 വർഷം ഈ ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ പല പേഷ്യൻസിനെയും ബൈസ്റ്റാൻഡേഴ്സിനും ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് എത്ര ക്യാഷ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഒപ്പം എത്ര ആളുകളുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് അനുഭവിക്കുന്നവർക്കേ മനസ്സിലാവുള്ളൂ. അതുപോലെ അത് നേരിട്ട് കാണുന്ന ഞങ്ങളെപ്പോലുള്ള ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കാണ് അതിൻ്റെ ഒരു എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുക. ഞാനിപ്പോൾ ഓങ്കോളജി ഫാർമസിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഓരോ പേഷ്യൻസും അതുപോലെ ബൈസ്റ്റാൻഡേഴ്സും ഒക്കെ ബില്ലിങ്ങിന് വരുമ്പോൾ നോർമലി ചിലരൊക്കെ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വരുന്നത് കാണുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല അവരോട്. നമ്മൾ വേഗം ബില്ല് ചെയ്ത് മരുന്ന് കൊടുക്കും. കൂടുതലായിട്ട് നമുക്കൊന്നും സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത്. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നൊക്കെ പറയുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണെന്നുള്ളത് നമുക്കപ്പോൾ മനസ്സിലാവും. നമുക്ക് കുറേ ക്യാഷ് ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊരു ഭയങ്കരമായിട്ടുള്ളൊരവസ്ഥയാണ്. ഇപ്പോൾ എൻ്റെ പപ്പയുടെ പ്രായമുള്ള ആൾക്കാരൊക്കെ ബില്ല് ചെയ്യാൻ വന്നിട്ട് എൻ്റെ മുമ്പിൽ നിന്ന് ലിറ്ററലി കരയണൊക്കെ കാണുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് മെൻ്റലി ഭയങ്കര വിഷമമാവും കാണുമ്പോൾ. അവരോടൊന്നും തിരിച്ചു പറയാൻ പറ്റില്ല. അങ്ങനെ ഒരവസ്ഥകൾ. അപ്പോൾ ലൈഫിൽ ആരോഗ്യമാണ് ഏറ്റവും വലുത്.